ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് നമ്മുടെ ഇഡ്ലിയുടെയും ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാവാൻ വയ്ക്കാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഞാനിതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണത്. അപ്പം ഇതിന് നല്ലെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പം നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യണം. കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കുക. കാരണം ബാക്കി വരുന്ന എണ്ണ കൊണ്ട് ഒരു അവസാനം ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവസാനം ഞാൻ കാണിക്കാം. അപ്പോൾ എണ്ണ ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 4 ഉണക്കമുളക് ഇടാം. ഇത് സാധാരണ നോർമൽ മുളകാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടെ കാശ്മീരി ചില്ലി കളർ കിട്ടണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇന്ന് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിൽ. അപ്പോൾ ഇതൊന്ന് തീ കുറച്ചിട്ട് വേണം, മുളക് കരിഞ്ഞു പോകരുത്. ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൻ്റെ കൂടെ ഇത് കഴിക്കാം. പ്രത്യേകിച്ച് ഇഡ്ഡലി, ദോശ, അതുപോലെ തന്നെ എല്ലാവരുടെ കൂടെ കഴിക്കാം. പിന്നെ കുറച്ചൊരു പുളിയൊക്കെ ഉണ്ട്. നമ്മൾ പുളിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് വറുത്ത് കോരിയെടുക്കാം. നമുക്കിതിലേക്ക് വെളുത്തുള്ളി, മെയിൻ ഇൻഗ്രീഡിയൻ്റ് അതാണ്. അപ്പോൾ വെളുത്തുള്ളി കൊണ്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അത് നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാൽ തന്നെയാണ് അതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഞാൻ പറയുന്ന ഇപ്പോൾ ഇതുപോലെ ഈ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം ഇത് കേട് വരാതെ വയ്ക്കാൻ പറ്റും. അത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണത്. അപ്പോൾ ഇതിൽ ഞാൻ പുളി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പുളി എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അത്രയാണ് പുളിയും എരിവും. അത് നമുക്ക് എത്രയാണ് ആവശ്യം. ഇപ്പം ഞാൻ ഇതിൽ 4 മുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് ഇവിടുത്തെ ഈ മുളകിൻ്റെ എരിവിനനുസരിച്ചാണ് ഇപ്പോൾ ഞാൻ 4 മുളക് ചേർത്തിരിക്കുന്നത്. അപ്പം നിങ്ങളും മുളകിൻ്റെ എരിവിനനുസരിച്ച് തന്നെ ചേർക്കുക. പിന്നെ കളർ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കാശ്മീരി ചില്ലി ചേർക്കാം. പിന്നെ പുളി അതുപോലെ തന്നെ നമുക്ക് എത്ര പുളിയുടെ ടേസ്റ്റ്. ചില ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടവും, ചില ആൾക്കാർക്ക് കുറവ് ഇഷ്ടവും. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് പിന്നെ പുളി ചേർക്കാവുന്നതാണ്. എന്നാലും ഞാൻ ചേർക്കുന്ന ഒരളവ് ഞാൻ ഇവിടെ പറയാം. അത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. 5 മിനിറ്റ് തന്നെ വേണ്ട അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഈ പുളി നമുക്കിതിലൊന്നും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അല്ലാതെ ഇട്ടതൊന്നും ചെയ്യണ്ട. പുളി പുളിപ്പോൾ ഞാൻ കാണിച്ചു തന്നെ ഇത്രയാണ് ഇപ്പോൾ ഞാൻ പുളി ചേർത്തിരിക്കുന്നത്. ഒരു ചെറിയ നെല്ലിക്കയുടെ പകുതി, ഒരു ചെറിയ നെല്ലിക്കയുടെ പകുതിയാണ് എടുക്കാൻ പാടുള്ളൂ. ഈ ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം എടുക്കാവോ. ഇനി നമുക്കിത് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ എല്ലാം ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ പറയല്ലേ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല എന്ന്. ഉപ്പ് ചേർത്തിട്ടുണ്ട്. മുന്നത്തെ ചട്നിയിൽ പറഞ്ഞായിരുന്നില്ലേ ഉപ്പ് ചേർത്തിട്ടില്ല എന്ന്. ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്, ഇപ്പോൾ നമ്മളിതിൽ വെള്ളം തൊടാതെയാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇതേ എണ്ണയിൽ തന്നെ കുറച്ച് എണ്ണ അതിലേക്ക് എടുക്കുക. ഈ നല്ലെണ്ണ കുറച്ചെടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മുളക് വറുത്ത എണ്ണ തന്നെ. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നിയൊക്കെ റെഡിയായി. ഇതിപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണത്. അപ്പോൾ ഇത് ഇഡ്ഡലിയും ദോശയും കൂടെ മാത്രമല്ല കേട്ടോ, നല്ല ചോറുണ്ടെങ്കിൽ, നല്ല ചൂട് ചോറുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, ഇതും കൂട്ടിയാണ്ട് കഴിച്ചു നോക്കിയാൽ മതി. നല്ല എന്താ അതിൻ്റെ ഒരു ഫ്ലേവർ, എന്താ പറയുക, വെളുത്തുള്ളി നല്ലെണ്ണയിലുള്ള മൂത്ത ഫ്ലേവറൊക്കെ ഇല്ലേ. കുറേ വല്ലാതെ ഇട്ടിട്ട് വെളുത്തുള്ളി നല്ലെണ്ണയിലിട്ട് മൂപ്പിക്കരുത്, പാകത്തിന് മൂപ്പിക്കാവും. വല്ലാതെ അങ്ങനെ ഡാർക്ക് കളറൊന്നും ആവരുത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇപ്പോൾ ഇതിൽ ബാക്കി ഇനി നല്ലെണ്ണ ഇതിലുണ്ടെങ്കിൽ ഇപ്പോൾ 2 സ്പൂൺ നല്ലെണ്ണയിലാണ് ഇപ്പോൾ ഞാനത് ചെയ്തത് കേട്ടോ. ബാക്കി സ്പൂൺ ആ നല്ലെണ്ണയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി എന്നിട്ട് മിക്സ് ചെയ്യാം.
അപ്പോൾ എനിക്ക് മാത്രം ഒരാൾക്കുള്ള അളവാണ് ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഞാൻ കുറച്ച് ഉണ്ടാക്കി കാണിച്ചത്. അപ്പോൾ അത് കാരണം മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കുമ്പോഴും ചെറിയൊരു പ്രോബ്ലം വരും. അപ്പോൾ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ട് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിൽ ഈസി ആയിട്ട് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, പറയാനില്ല, അത്രയും ടേസ്റ്റാണത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.